ഒരു കയ്യിൽ പഴം പൊരിയും മറുകൈയിൽ മാങ്ങ പൊരിയും കണ്ടോളൂ കണ്ടോളൂ. അപ്പോൾ നമ്മൾ ഇന്ന് വരുന്നത് ഒരു നല്ല ഒരു 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ്. ഒരൈറ്റമല്ല 2 ഐറ്റം. ഒരു കൂട്ട് വെച്ച് നമ്മൾ 2 ഐറ്റം ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് എന്താണെന്നല്ലേ, ഇപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഒന്ന് നമ്മുടെ നല്ല നേന്ത്രപ്പഴം, പിന്നെ ഒന്ന് മാങ്ങ. അതായത് നമ്മുടെ പഴംപൊരിയും പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് മാങ്ങ ഫ്രൈ ചെയ്ത് നോക്കുകയാണ്. അതായത് ഒന്ന് നമ്മുടെ പഴംപൊരി, രണ്ടാമത്തേത് നല്ല മാങ്ങ ഫ്രൈയുമാണ്. നല്ല മൈദയിൽ മുക്കി പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിടക്കാം, നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു പാത്രത്തിലുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കൂടുതലൊന്നും വേണ്ട, കുറച്ച് ഇത്രയും ആക്കാനുള്ള മൈദ മാത്രം മതിയാവും നമുക്ക്. അപ്പോൾ ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ മാത്രം മതിയാവും. ഇത്രയും മതിയാവും മൈദ. അപ്പോൾ ഇത്രയും മൈദ എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക വെച്ചാൽ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കുറച്ചൊരു നുള്ള് മതിയാവും. ഒരു നുള്ള് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഒരു പിഞ്ച് മതിയാവും. പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി. ഇപ്പം നമ്മളിത് മിക്സായി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നത്. കുറച്ച് ഉപ്പ് ഒരു എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മധുരവും ഇതും ഒരു ഈക്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം. അതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലൊരു നമ്മുടെ പഴംപൊരിക്കൊക്കെ ആക്കുന്ന ഒരു കൂട്ടുണ്ടല്ലോ, ആ ഒരു തരത്തിൽ നമുക്കൊരു കൂട്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഇതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഈ കൂട്ടുണ്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടതാണ്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പൊന്തി വരുന്നത്, കൂടുതൽ എന്താണ് പൊന്തി കിട്ടും. അപ്പോൾ ഈ ഹോട്ടലിലൊക്കെ ആക്കുന്നതാണെങ്കിൽ അവർ എന്താണ് ചെയ്യുന്നത്, ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് നല്ലോണം കൂട്ടൊക്കെ പൊന്തി വന്നതിന് ശേഷം അവരുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വേണമെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു അഡീഷണൽ ആയിട്ട് നമുക്കൊരു കാര്യം ചേർത്ത് കൊടുക്കാം. എള്ള്, നല്ല കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അത് ഒരു കാണാനൊരു ഭംഗിയാണ്, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും എള്ളി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഏകദേശം നല്ല ചൂടായിട്ട് നല്ല ചൂടൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമുക്ക് പഴത്തിൻ്റെ ചെയ്തെടുക്കാം. പഴം നമുക്ക് മൈദയിൽ മുക്കി അതിനുശേഷം നമുക്ക് നമ്മുടെ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറിയൊരു പാത്രമാണ്, വലിയ കയ്യിലുമാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇത് മറച്ചിടാനൊക്കെ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഏകദേശം നമ്മളെല്ലാ പഴംപൊരിയും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാങ്ങ ചുട്ടെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. 4 മണി ചായൻ്റെ കൂടെ ഇപ്പോൾ 1-2 കഴിച്ചാൽ മതി. പഴംപൊരി നിങ്ങൾ കണ്ടോ, നല്ല കിടിലം പഴംപൊരിയാണ്. കാണുന്നുണ്ടോ, നല്ല കിടുക്കാച്ചി പഴംപൊരി, നല്ല കറുമുറയുള്ള പഴംപൊരിയാണ്. നല്ല ക്രിസ്പിയാണ്. നിങ്ങൾ കാണിച്ചു തരണ്ട, ഹലോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്തതായി നമ്മളിനി ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാംഗോ ഫ്രൈ ആണ്. അതായപ്പോൾ നമ്മളിപ്പോൾ ഓരോരോ മാംഗോ എടുത്ത് നമ്മൾ നമ്മുടെ ബാറ്ററിലേക്ക് ഇടുകയാണ്. മൈദേൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വണ്ണം ഇതിലോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മൈദ നല്ല വണ്ണം ഒന്ന് പുരട്ടി കൊടുക്കാം. ഒരു സമയത്ത് നമ്മൾ 2 എണ്ണം ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് 2 എണ്ണത്തിന് നല്ല വണ്ണം മൈദ പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല വണ്ണം മൈദ പുരട്ടി കൊടുത്തിട്ടുണ്ട്. മാംഗോ ഫ്രൈ ചെയ്തെടുക്കാണ്. അതിന് മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തേത് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുവരെ മാംഗോ ഫ്രൈ ചെയ്ത് നോക്കിയില്ല, ഞാനും ഫസ്റ്റ് ടൈമാണ് മാംഗോ ഫ്രൈ ചെയ്ത് നോക്കുന്നത്. എങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്കും വലിയ പിടിയില്ല. എന്നാലും നമുക്കൊന്ന് എന്തായാലും ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ഫ്രൈ ഏകദേശം ആയി വരുന്നുണ്ട്. കാരണം നല്ല എണ്ണയൊക്കെ ചൂടായതാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഒന്നും എടുക്കില്ല.
നമുക്ക് പെട്ടെന്ന് തന്നെ മറച്ചിട്ട് കൊടുക്കാം. ഇതെങ്ങനത്തെ വെച്ചാൽ ചിലപ്പോൾ ഒരു സൈഡ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നോ നല്ല പൊരിഞ്ഞ് കിടക്കുന്ന മാംഗോ ഫ്രൈ ആണ് കണ്ടോ. പൊരിഞ്ഞ് വരുന്ന മാംഗോ ഫ്രൈ ഉണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന തരത്തിലുള്ള നല്ല കിഡിലെ മാംഗോ ഫ്രൈ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ സെയിം കൂട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, സെയിം ബാറ്ററിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു ബാറ്റർ ഒന്നും ഉണ്ടാക്കണ്ട. ഞാനിപ്പോൾ പഴംപൊരി ആക്കാൻ വേണ്ടിയിട്ട് കൂട്ട് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതേ കൂട്ടിൽ തന്നെയാണ് എന്തും ചെയ്തിട്ടുള്ളത്, നമ്മുടെ മാംഗോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് സെപ്പറേറ്റ് കൂട്ടിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. നമ്മൾ സെയിം കൂട്ടിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു കയ്യിൽ പഴം പൊരിയും മറു കയ്യിൽ മാങ്ങ പൊരിയും കണ്ടോളൂ കണ്ടോളൂ. കണ്ടോ കണ്ടോ, ഇതാണ് നമ്മുടെ മാംഗോ ഫ്രൈ. ഇതാണ് നമ്മുടെ കിടിലൻ പഴംപൊരി. അപ്പോൾ ഈ ഒരു 2 വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് വാട്സപ്പിലൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഫേസ്ബുക്കിലൊക്കെ കൊടുത്ത് അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്യാൻ തോന്നുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ അതങ്ങ് ചെയ്യുക. അപ്പോൾ ആ തോന്നുന്നത് ചെയ്തു കൊള്ളുക ഇപ്പം തന്നെ. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള പഴംപൊരിയും ഇത്രയും അടിപൊളിയായിട്ടുള്ള മാംഗോ ഫ്രൈയും നമ്മളൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇത് വീട്ടിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പഴംപൊരി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുന്നതാണ് വീട്ടിൽ. അപ്പോൾ ഈ ഒരു ഐറ്റം കൂടി ഒരു വെറൈറ്റി ആയിരുന്നതിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ തന്നെ പറയാം, കുറച്ച് ചൂടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതുകൂടിയാണ്. നല്ല മധുരമുള്ള മാങ്ങ, ഇടത്തരം പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണ് നല്ലത്. അതായത് മധുരമില്ലാത്ത മാങ്ങയെ കൊണ്ട് ആക്കിയിട്ട് കാര്യമില്ല, നല്ല മധുരം വേണം മാങ്ങക്ക്. അപ്പോൾ അടിപൊളിയായിട്ടാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എഴുതുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു ഐറ്റവുമായി അടുത്ത് തന്നെ കാണാം. ബൈ.